ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ക്യൂട്ട് ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പോപ്പിറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുക്കുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എടുത്തിട്ട് ഒരു പ്രത്യേക ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാം. എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആണ്. അപ്പോൾ നമുക്കത് എടുക്കാം. എന്നിട്ട് ഞാൻ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഒരു അവക്കാഡോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റേത് എഗ്ഗും. അപ്പോൾ ഒരു അവക്കാഡോൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ആ ഭാഗം ഒന്ന് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേറെ വല്ല ഷേപ്പിലായാലും വരയ്ക്കാം. എന്നിട്ട് ഞാൻ ഈ ഫെവി സ്റ്റിക്കില്ലേ അതെടുത്തിട്ട് ഞാൻ ഏത് കളറാണോ ആ കളർ കൊണ്ട് തന്നെ ഞാൻ വട്ടം വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ ഉണ്ട് ആ വട്ടവും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, കത്രിക കൊണ്ട് വെട്ടാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ കുട്ടി ബ്ലേഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നടുക്കിലൊരു വരയും സൈഡിലൊരു വരയും വരച്ചു കൊടുക്കുന്നുണ്ട്, കറക്റ്റ് നടുവിൽ വെട്ടാൻ പറ്റുന്ന രീതിയിൽ. ഈ ബ്ലേഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം, കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ ആ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ റൗണ്ട് തന്നെ എടുത്തിട്ട് യെല്ലോ കളറും ഒരു മണ്ണിൻ്റെ കളറൊക്കെ ഇല്ലേ, യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുടിയുടെ അളവിൽ തന്നെ വട്ടം വരയ്ക്കാം. എന്നിട്ട് ഉള്ളിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അപ്പുറത്തും നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം തന്നെ മറ്റേ യെല്ലോ കളർ വെച്ചിട്ട് ചെയ്യാം. കറക്റ്റ് അളവാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പിടിച്ച് നോക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ കളർ എടുത്തിട്ട് അതൊന്ന് അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല രൂപമായിട്ട് വരയ്ക്കാം കേട്ടോ, കണ്ണും മൂക്കൊക്കെ. ഞാൻ എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഇതാണ് വരച്ചിരിക്കുന്നത്, ഇമോജീസാണ് വരച്ചിരിക്കുന്നത്. ഇതേപോലെ ഇപ്പുറത്തും കളർ അടിക്കാം. എന്നിട്ട് നമുക്കൊന്ന് മേലെ ക്ലിയർ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇമോജീസ് വരയ്ക്കണം. ക്യൂട്ടായിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കണത്. ഞാൻ ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലിയർ ടൈപ്പാണ് ഞാൻ പൊട്ടിക്കണത്. നമുക്കിത് വട്ടം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗം വരണവരൊരു ചെറിയൊരു കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്കിതൊന്ന് അമർത്തി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വരാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് കണ്ടോ, ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്. നമുക്ക് ആ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ്റെ ഒരു ഭാഗം എടുത്തിട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് എടുത്തിട്ടൊന്ന് വെച്ച് നോക്കാം. അതെന്തിനാണ് വെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിക് ടാക്ക് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്, പോപ്പിറ്റല്ലേ. നമുക്കൊന്ന് ആക്കിയിട്ട് ആ മടക്കിയ പോർഷനിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആൾക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവും. എന്നിട്ട് നമുക്കൊന്ന് ആക്കി നോക്കണം ആക്കുമ്പോൾ ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ അതേ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നു ഒട്ടിക്കാം. നമുക്ക് എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടിയും ഒന്ന് അങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് വിട്ടു പോരാത്ത രീതിയിൽ നല്ല മാതിരി അമർത്തിട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി വെട്ടി വെച്ച ആ പീസ് നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ക്ലിയർ ടൈപ്പ് ഒട്ടിച്ചത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നും കൂടിയും കട്ടി കെട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. അത് നിങ്ങൾക്ക് വേണം ചട്ടൊക്കെയാണെങ്കിൽ യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു പോപ്പിറ്റ് ഇവിടെ ക്യൂട്ടായിട്ടുള്ളത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവക്കാഡോൻ്റെ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.